السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد. പരിശുദ്ധ ഇസ്ലാമിൽ ഇൽമിനുള്ള സ്ഥാനം വലുതാണ്. വിജ്ഞാനം പ്രകാശവും അജ്ഞത ഇരുട്ടുമാണ്. വിജ്ഞാന സമ്പാദനത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചവന് അല്ലാഹു തആല സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലം കൊടുക്കുകയില്ല. ഹലാലായ ആഗ്രഹത്തോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ഇൽമ പഠിക്കാൻ ഒരാൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരുമായിക്കോട്ടെ, ഇൽമ പഠിക്കാൻ നല്ല നിയ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലം കൊടുക്കുകയില്ല. തന്നെയല്ല, ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ, പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കളായ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കുട്ടിക്ക് ഒരു 4 വയസ്സായി കഴിഞ്ഞാൽ മദ്രസയിൽ കൊണ്ടുവിടുകയും ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ ഉസ്താദുമാരോട് നമ്മളെ മക്കളെക്കുറിച്ച് പറയണം, എൻ്റെ മക്കൾക്ക് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇൽമ ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ, നോമ്പിൻ്റെ കാര്യങ്ങൾ, ഹജ്ജിൻ്റെ കാര്യങ്ങൾ, കുളിയുടെ കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്ന് ഉസ്താദിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയും ഇടയ്ക്കിടയ്ക്ക് പോയി ഉസ്താദിനോട് അന്വേഷിക്കണം, എൻ്റെ മക്കൾ എങ്ങനെയുണ്ട്, മക്കൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മക്കൾ മനസ്സിൽ പകർത്തുന്നുണ്ടോ എന്നൊക്കെ ഉസ്താദുമാരുമായിട്ട് ചർച്ച ചെയ്യുകയും വേണം. നമ്മൾ ഓരോ മാസവും സ്കൂളിലാണെങ്കിൽ നമ്മൾ പേരൻസ് മീറ്റിങ്ങിന് പോകും. എന്നിട്ട് 2 മണിക്ക് പോയാൽ 6 മണി വരെ ആ സ്കൂളിലിരുന്ന് മക്കളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. എൻ്റെ മക്കൾ എത്ര മണിക്കൂർ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ നല്ലതുപോലെ പഠിക്കുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ ഹാജരാകുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മദ്രസയിലെ കാര്യങ്ങൾ, ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും, പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും പുറകോട്ടാണ്. പഠിച്ചാലെന്താ, ക്ലാസ്സിൽ പോയാലെന്താ, പോയില്ലെന്താ, അതല്ല. ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ, പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ പാഠപുസ്തകങ്ങൾ, മദ്രസയിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ ആയിക്കോട്ടെ, ആ പരിശുദ്ധ ഖുർആൻ മക്കൾ വീട്ടിൽ നിന്നും മദ്രസയിലേക്ക് പോകുമ്പോഴേ അത് മറ്റുള്ള പുസ്തകങ്ങൾക്ക് ഇടയിൽ ഈ പരിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല. അത് ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളും പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞ് പരിശുദ്ധ ഖുർആൻ സന്ധ്യ നേരത്ത് ഓതാൻ പറയണം. ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം, മറ്റുള്ള പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള കിതാബിൻ്റെ പുറത്ത് വേണം, ഏറ്റവും പൊക്കത്ത് വേണം ഈ പരിശുദ്ധ ഖുർആൻ വെക്കാൻ. അത് നമ്മൾ പറഞ്ഞ് കൊച്ചു കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. പുസ്തകം മുസാഹബ് ഒരു കാരണവശാലും മറ്റുള്ള പുസ്തകത്തിൻ്റെ താഴെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ മക്കൾ പരിശുദ്ധ ഖുർആൻ വീട്ടിലിരുന്ന് ഓതുമ്പഴി ചാരി ഇരുന്ന് ഓതാൻ പാടില്ല എന്ന് പറയുക. അത് കഴിഞ്ഞാലോ, മുസാഹിബ് ഒരു സ്ഥലത്ത് വെച്ചാൽ ആ മുസാഹിബിൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. ഇതൊക്കെ അദബുകേടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം ഇറക്കിക്കൊടുത്ത ഒരു കിതാബാണ്. അത് അവൻ്റെ ഉമ്മത്തികൾക്ക് മാത്രം അർഹതപ്പെട്ടതാണെന്നും അത് നമ്മൾ പരിശുദ്ധമായ ഖുർആനെ നല്ലതുപോലെ ബഹുമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് മക്കൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതിനെ കൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി പഠിക്കുന്ന ചില ആൾക്കാർ ആ ഇൽമിനെ കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. അവർ പ്രസംഗത്തിനൊക്കെ നമ്മൾ സ്റ്റേജിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, മൈക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് അവർ ഓതും. ആ ഒരു ആയത്ത് ഒരൊറ്റ ശ്വാസത്തിന് ഓതാനുള്ളതേ ഉള്ളൂ. ആ ഒരു ആയത്ത് അവർ ഓതുന്നത് 4 തവണ 5 തവണ 5 വാക്കുകൾ 6 വാക്കുകളൊക്കെ ആയിട്ട് അവരുടെ സ്വരത്തിനും ഈണത്തിനും അനുയോജ്യമായ രീതിയിൽ അതിന് ആ ആയത്തിനെ വളച്ചൊടിച്ച് അവരുടെ ഈണത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുണ്ട്. അത് ഏറ്റവും തെറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പരിശുദ്ധ ഖുർആനിനെ നിസ്സാരമായി കാണുന്നവരാണ്, വളച്ചൊടിക്കുന്നവരാണ്, ഇൽമ കൊണ്ട് അഹങ്കരിക്കുന്നവരാണ്. ഒരിക്കലും ഇൽമ കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഇൽമ അല്ലാഹു തആല നമുക്ക് തരുന്ന ഒരു ഔദാര്യമാണ്. അപ്പോൾ ആ ഇൽമ നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ആ ഇൽമ പഠിച്ചതിൻ്റെ പേരിൽ ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന രീതിയിൽ നമ്മൾ ആ ഖുർആനിനെ വളച്ചൊടിച്ച് അതിന് മനസ്സിൽ വരുന്ന രീതിയിൽ അർത്ഥവും കൊടുത്ത് നമ്മൾ അതിന് പാരിതോഷികവും മേടിച്ച് ജീവിച്ചാൽ അതിനൊരു അർത്ഥമില്ലാത്ത ജീവിതമായി പോകും. ദുനിയാവ് മാത്രമേ അവന് കിട്ടുള്ളൂ. ആഖിറം അവന് യാതൊരു
പരിസരത്ത് പോലും ആഖിറത്തിൻ്റെ ഒരു ഗുണം അവനുണ്ടാകുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നല്ലതുപോലെ ഓതി പഠിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. പരിശുദ്ധ ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം, അത് പഠിക്കണം, പഠിക്കുന്നതിന് നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.